ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് പഴംപൊരിയാണ്. പഴംപൊരി നമ്മൾ പല രുചികളിലും തയ്യാറാക്കി എടുക്കാറുണ്ടെങ്കിലും ഇതിനൊരു കോട്ടിംഗ് ഒക്കെ കൊടുത്ത് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് കേട്ടോ കിട്ടുന്നത്. ഇതിൻ്റെ പുറമെ ക്രിസ്പിയും ഉള്ളിലെ നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ പഴം കൊണ്ട് ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫാനായിട്ട് മാറും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1.5 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലെ മധുരം ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിന്റെ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇളം ചൂടുവെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, അപ്പം ഈസ്റ്റ് ആക്റ്റീവായി കിട്ടൂല. ഈ ഒരു ബാറ്റർ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടല്ല, എന്നാലും ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. നമ്മളിതിൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്തതല്ലേ, അപ്പോൾ ആ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഇവിടെ അടച്ചു വെക്കാം. നമ്മൾ ഈ പഴംപൊരി ഡെസിക്കേറ്റഡ് കോക്കനറ്റിൽ ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചതുണ്ടെങ്കിൽ അത് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ചിക്കൻ കുറുമയും എഗ്ഗ് കുറുമൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ തേങ്ങയിൽ നിന്നും 1/4 പാൽ എടുത്തിട്ട് ആ തേങ്ങാപ്പീര കളയാതെ അത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ അതൊന്ന് പാനിലിട്ട് ചൂടാക്കി എടുക്കാറാണ് പതിവ്. ഇനി നിങ്ങളുടെ അടുത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ തേങ്ങയുടെ ബ്രൗൺ കളർ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതൊരു പാനിൽ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിയായി കിട്ടും കേട്ടോ. ഇനി ഇത് ഈ പാനിൽ തന്നെ വെക്കരുത്. ഇത് റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോവുള്ളൂ. തേങ്ങ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആവശ്യം വരുമ്പോൾ ഇതിൽ നിന്നും ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ ഇനി തേങ്ങാപ്പീരൊന്നും ആരും കളയാതെ ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു പഴം ഇതുപോലെ 8 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിത് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ മാവ് ഇവിടെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ പഴം കോട്ട് ചെയ്തെടുക്കാൻ ആവശ്യമായ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ബാറ്റർ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനറ്റിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനറ്റിന് പകരം നിങ്ങൾക്കിത് ബ്രെഡ് ക്രംസിലും കവർ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആകുമ്പോൾ ടേസ്റ്റും കൂടും, പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് എണ്ണ കുടിക്കൂല്ല. അപ്പം നിങ്ങൾക്കിത് എങ്ങനെയാണ് കവർ ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്ത പഴത്തിൻ്റെ കഷ്ണങ്ങൾ മുഴുവനും ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് നമ്മൾ കവർ ചെയ്തെടുത്ത പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പഴത്തിൻ്റെ കഷ്ണങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇളക്കി കൊടുത്താൽ ഇതിൻ്റെ കോട്ടിങ് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പഴത്തിൻ്റെ കഷ്ണങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ.
ഹൈ ഫ്ലെയിമിലായാലും ഇതിൻ്റെ പുറമേയുള്ള കോട്ടിങ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുള്ളൂ. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. കണ്ട, ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. എണ്ണയിൽ നിന്നും ഞാനിത് കോരി മാറ്റിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പഴംപൊരിയേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ ഇത്. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി ഇല്ലേ, അത് ഈ മാവ് കൊണ്ട് തയ്യാറാക്കി എടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്ത് തയ്യാറാക്കി എടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റിലാണ് കേട്ടോ ഈ മാവ് കൊണ്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നിങ്ങൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ മാവ് തയ്യാറാക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പഴംപൊരി നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ബാറ്ററാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾ ഇനി പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മാവ് ഉണ്ടാക്കിയിട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഈ പഴംപൊരിയുടെ പുറമെ നല്ല ക്രഞ്ചിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇത് സാധാരണ പഴംപൊരി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.